നമ്മൾ പൂർണ്ണമായി അനുഭവിച്ചറിയുന്നതിന് വളരെ മുൻപുതന്നെ ബുദ്ധിപരമായി അംഗീകരിക്കുന്ന ചില ആത്മീയ സത്യങ്ങളുണ്ട്. അതിലൊന്നാണ് ദൈവത്തിന്റെ സർവ്വവ്യാപകത്വം. ദൈവം സർവ്വവ്യാപിയാണെന്ന് ഭക്തർ പെട്ടെന്നുതന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മളത് പ്രാർത്ഥനകളിൽ ജപിക്കുന്നു, ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നു, ആത്മീയ പ്രഭാഷണങ്ങളിൽ ആവർത്തിച്ചു കേൾക്കുന്നു. എന്നിരുന്നാലും ദൈവം സർവ്വവ്യാപിയാണെന്ന് വിശ്വസിക്കുന്നതും ദൈവിക സാന്നിധ്യം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നതും തമ്മിൽ വലിയൊരു ആത്മീയ യാത്രാദൂരമുണ്ട്. ദൈവത്തിന്റെ സർവ്വവ്യാപകത്വത്തെ ഒരു ആശയമായി അംഗീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ ജീവിതം നിറഞ്ഞു നിൽക്കുന്ന എണ്ണമറ്റ സാഹചര്യങ്ങളിലും ആളുകളിലും സാഹചര്യങ്ങളിലും അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയാൻ പഠിക്കുക എന്നതാണ് വെല്ലുവിളി. വർഷങ്ങളായി തുടർച്ചയായ അനുഭവങ്ങൾ സർവ്വവ്യാപകത്വത്തെ ഒരു തത്വചിന്താ സിദ്ധാന്തത്തിൽ നിന്ന് ജീവനുള്ള യാഥാർത്ഥ്യമാക്കി മാറ്റി. ദൈവിക ഹസ്തങ്ങൾ. ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ സത്യം വെളിപ്പെട്ടത് ഒരു അസാധാരണമായ വൈദ്യശാസ്ത്ര സംഭവത്തിലൂടെയാണ്. 1990കളുടെ തുടർച്ചയിൽ എന്റെ അമ്മയ്ക്ക് അപകടകരമായ അണ്ഡാശയ സിസ്റ്റ്, ഓവേറിയൻ സിസ്റ്റ് ഉള്ളതായി കണ്ടെത്തി. നിരവധി ചികിത്സകൾ ഫലം കാണുന്നതിൽ പരാജയപ്പെട്ടു. ഒടുവിൽ ശസ്ത്രക്രിയ ഒഴിവാക്കാനാവാത്തതാണെന്ന് ഡോക്ടർമാർ തീരുമാനിച്ചു. സിസ്റ്റ് പൊട്ടുന്നത് ജീവന് തന്നെ അപകടകരമാകുമാറുള്ള ഗുരുതരമായ സാഹചര്യമായിരുന്നു അത്. ആ സമയത്ത് അമ്മ അല്പം വിഭൂതി കഴിക്കണമെന്ന് എന്റെ മുത്തശ്ശൻ നിർബന്ധിച്ചു. അമ്മയ്ക്ക് അതിൽ കടുത്ത അവിശ്വാസമുണ്ടായിരുന്നു. എങ്കിലും മനസ്സില്ലാ മനസ്സോടെ അവൾ സമ്മതിച്ചു. പിറ്റേ ദിവസം അവൾക്ക് ലാപ്പറോസ്കോപ്പി ശസ്ത്രക്രിയ നടന്നു. അതിനു തലേദിവസം പ്രാദേശിക ശ്രീ സത്യസായ് സേവാസമിതിയിലെ ഭജനയ്ക്ക് വരാൻ അവൾ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചിരുന്നു. ഭജനയ്ക്കിടയിൽ അവൾക്ക് വയറ്റിൽ വല്ലാത്ത വേദന അനുഭവപ്പെട്ടു. വർഷങ്ങൾക്കുശേഷം അവൾ ആരോടും പറയാത്തൊരു കാര്യം വെളിപ്പെടുത്തി. അനസ്തേഷ്യമയക്കം നൽകിത്തുടങ്ങിയപ്പോൾ അവൾ സ്വാഭാവികമായും സായിറാം എന്ന് ഉരുവിട്ടു. ആ അർദ്ധബോധാവസ്ഥയിൽ ഭഗവാൻ തന്റെ അരികിൽ നിൽക്കുന്നത് അവൾ പെട്ടെന്ന് കണ്ടു. അദ്ദേഹം കൈനീട്ടി അവളുടെ കൈ പിടിച്ചു പറഞ്ഞു, "എന്തിനു ഭയക്കണം?" ഡോക്ടർമാർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ അവർ സ്തംഭിച്ചുപോയി. സിസ്റ്റ് അപ്രത്യക്ഷമായിരുന്നു. ആ സ്ഥാനത്ത് അവർ ഒരു പാട് കണ്ടെത്തി. ഈ സംഭവത്തെ ശ്രദ്ധേയമാക്കുന്നത് ആ സമയത്ത് എന്റെ അമ്മ ഭഗവാനെ നേരിട്ട് കണ്ടിട്ടുപോലുമില്ലായിരുന്നു എന്നതാണ്. എങ്കിലും അവളുടെ ജീവിതത്തിലേക്ക് അപ്പോഴേക്കും അവിടം കടന്നുവന്നിരുന്നു. അവളുടെ കണ്ണുകൾ അവിടത്തെ കാണുന്നതിനു മുൻപ് അവിടത്തെ കരങ്ങൾ അവളിലെത്തിച്ചേർന്നിരുന്നു. ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ദിവ്യസാന്നിധ്യത്തെ ഓംനിപ്രസൻസ് മനസ്സിലാക്കുന്നതിനുള്ള ആദ്യത്തെ പാഠമായി ഇത് മാറി. ഭൗതിക സാമീപ്യത്തിനായുള്ള ആഗ്രഹം. ഭഗവാന്റെ സ്ഥാപനത്തിലെ ഒരു വിദ്യാർത്ഥിയെന്ന നിലയിൽ ഞാൻ പലപ്പോഴും ഒരു വ്യത്യസ്ത വെല്ലുവിളിയെ നേരിട്ടു. മറ്റു പല യങ് ഭക്തരെയും പോലെ വ്യക്തിപരമായ ശ്രദ്ധയ്ക്കായി ഞാൻ ആഗ്രഹിച്ചു. ഒരു വലിയ കൂട്ടം കുടുംബത്തിന്റെ സ്നേഹവലയത്തിൽ വളർന്നതിനാൽ സ്വാമി എന്നോട് ഇടയ്ക്കിടെ സംസാരിക്കുമെന്നും പ്രത്യേക ശ്രദ്ധ ചൊരിയുമെന്നും ഞാൻ രഹസ്യമായി പ്രതീക്ഷിച്ചു. യാഥാർത്ഥ്യം ആ പ്രതീക്ഷകളെ വേഗത്തിൽ തിരുത്തി. ഭഗവാൻ സർവ്വപ്രപഞ്ചത്തിനും ഉള്ളവനായിരുന്നു. ഞാൻ നിരാശയും അവഗണനയും അനുഭവിച്ച നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ക്രമേണ ഞാനൊരു പ്രധാന വ്യത്യാസം മനസ്സിലാക്കി. ഭഗവാന്റെ ഭൗതികരൂപം എല്ലാവർക്കുമുള്ളതായിരുന്നു, എന്നാൽ ഉള്ളിൽ വസിക്കുന്ന ഈശ്വരൻ പൂർണ്ണമായും എനിക്കുള്ളവനായിരുന്നു. എങ്കിലും ഒരു വ്യക്തിപരമായ സ്പർശനത്തിനായുള്ള ആഗ്രഹം മനസ്സിൽ തങ്ങിനിന്നു. ഒരു വിജയദശമി ദിവസം ദർശനത്തിനായിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു ചിന്ത വീണ്ടും വീണ്ടും ഉയർന്നുവന്നു. സ്വാമി എന്റെ തലയിൽ ഒരിക്കലും തൊട്ടിട്ടില്ല. ആ ചിന്തയെ കുട്ടിക്കളിയാണെന്ന് കരുതി തള്ളിക്കളയാൻ ഞാൻ ശ്രമിച്ചെങ്കിലും അത് തുടർന്നുകൊണ്ടിരുന്നു. പരിപാടികൾക്ക് ശേഷം ഭഗവാൻ എതിർപ്പാരാത വിധമായി ഞങ്ങളുടെ ഭാഗത്തുകൂടി നടന്നുപോയി. വിദ്യാർത്ഥികൾക്കിടയിലൂടെ നീങ്ങുമ്പോൾ അവിടം തന്റെ കൈകൾ അവരുടെ മേൽ ചെറുതായി വെച്ചു. എന്റെ ഹൃദയം മിടിച്ചു. അവിടം എന്റെ അരികിലെത്തിയപ്പോൾ എന്റെ കൈ സമീപത്തൊന്നുമില്ലാത്തതിനാൽ അവിടം അത് അവഗണിച്ചു. പകരം അവിടം എന്റെ തലയിൽ ദൃഢമായി കൈവച്ച് ഒരക്ഷരം പോലും മിണ്ടാതെ നടന്നുപോയി. ഞങ്ങളുടെ കണ്ണുകൾ പരസ്പരം കണ്ടില്ല. എന്നിരുന്നാലും ഒരു നിശബ്ദ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരുന്നു. ഉച്ചരിച്ച പ്രാർത്ഥനകളെ മാത്രമല്ല, ഹൃദയത്തിലെ ആഴമേറിയതും പ്രകടിപ്പിക്കാത്തതുമായ ആഗ്രഹങ്ങളെയും ദൈവം ശ്രവിക്കുന്നുവെന്ന് ഈ സംഭവം എനിക്ക് പഠിപ്പിച്ചു. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ട്രെയി ബൃന്ദാവൻ വെച്ച് നടന്ന ഒരു ഒത്തുചേരലിനിടയിൽ അവിടം എന്നെ പരിഹസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ എന്റെ തലയിൽ തട്ടി. ആ സന്ദേശം വ്യക്തമായിരുന്നു. ആവശ്യമുള്ള കൃത്യസമയത്ത് ദിവ്യസ്നേഹം എത്തിച്ചേരുന്നു. സംരക്ഷണത്തിന്റെ അദൃശ്യമായ കരം. വർഷങ്ങൾക്കു ശേഷം മറ്റൊരനുഭവം അവിടുത്തെ കരങ്ങൾ എവിടെയുമുണ്ട് എന്ന വാക്യത്തെക്കുറിച്ചുള്ള എന്റെ ധാരണയെ ആഴത്തിലാക്കി. ഞാൻ വൃന്ദാവനത്തിനു സമീപം താമസിക്കുകയും പ്രഭാതത്തിനു മുൻപ് ദർശനത്തിനായി ഒറ്റയ്ക്ക് നടക്കുകയുമായിരുന്നു. എന്റെ പഠനം പൂർത്തിയായ ശേഷമുള്ള സമയമായിരുന്നു ഇത്. പെട്ടെന്ന് അക്രമസ്വഭാവമുള്ള ഒരു കൂട്ടം തെരുവുനായ്ക്കൾ എന്നെ ഓടിക്കാൻ തുടങ്ങി. ഭയം എന്നെ കീഴടക്കി. ഭയന്നരണ്ട് ഞാൻ ഓട്ടി. നായ്ക്കൾ എന്റെ പിന്നിൽ വേഗതൂട്ടി. അപ്പോൾ അസാധാരണമായ എന്തോ ഒന്ന് സംഭവിച്ചു. എന്റെ തോളിന്മേൽ ശക്തമായൊരു മർദ്ദം എനിക്കനുഭവപ്പെട്ടു.
ഒരു അദൃശ്യമായ കരം എന്നെ ഭൗതികമായി തടയുകയും തിരിക്കുകയും ചെയ്തതുപോലെയായിരുന്നു അത്. നായ്ക്കളുടെ നേരെ തിരിഞ്ഞ് നായ്ക്കളെ കണ്ട് പേടിച്ചരളുന്ന എന്നെപ്പോലെയുള്ളൊരാൾ സ്വയം ചെയ്യാൻ ഒരിക്കലും കൽപ്പന പോലും ചെയ്യാത്തതുപോലെ ചുണ്ടിൽ കൈവച്ച് നിശബ്ദരായിരിക്കാൻ ആംഗ്യം കാണിച്ച് ഞാൻ അവയെ തീക്ഷ്ണമായി നോക്കി. പെട്ടെന്നവ നിന്നു. അപകടം ഇല്ലാതായി. സമീപത്താരുമുണ്ടായിരുന്നില്ല. എങ്കിലും അനുഭവിച്ചറിഞ്ഞ സംരക്ഷണം സ്പർശിക്കാവുന്നതും യാഥാർത്ഥ്യവുമായിരുന്നു. ആ അനുഭവം മായാത്ത ഒരു മുദ്ര പതിപ്പിക്കുകയും നായ്ക്കളെക്കുറിച്ചുള്ള ഭയത്തിനപ്പുറത്തേക്ക് വ്യാപിക്കുന്നൊരു പാഠം പഠിപ്പിക്കുകയും ചെയ്തു. ജീവിതത്തിലെ മിക്ക ഉത്കണ്ഠകളും ശക്തി പ്രാപിക്കുന്നത് നമ്മൾ അവയിൽ നിന്ന് ഓടിക്കളയുമ്പോൾ മാത്രമാണ്. നമ്മൾ തിരിഞ്ഞ് അവയെ അഭിമുഖീകരിക്കുമ്പോൾ ദിവ്യശക്തി പലപ്പോഴും വെളിപ്പെടുന്നു. എല്ലാ രൂപത്തിനും പിന്നിലെ ദൈവം, പലതിലെയും ഒരേയൊരുവൻ. പലതുകളുടെ നാടകത്തിലെ ഒരേയൊരുവന്റെ സ്പർശനം എന്നാണ് ആത്മീയ അനുഭവങ്ങളെ പ്രൊഫസർ എൻ. കസ്തൂരി ഒരിക്കൽ മനോഹരമായി വിശേഷിപ്പിച്ചത്. ആ വാചകം സർവ്വവ്യാപകത്വത്തിന്റെ സത്തയെ ഉൾക്കൊള്ളുന്നു. ദൈവം അപൂർവമായി മാത്രമേ നാടകീയവും അമാനുഷികവുമായ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. കൂടുതൽ തവണയും അവിടം തന്റെ കൃപയുടെ ഉപകരണങ്ങളായി സാധാരണക്കാരെയും സാധാരണ സാഹചര്യങ്ങളെയും തിരഞ്ഞെടുക്കുന്നു. ചെന്നൈ വിമാനത്താവളത്തിലെ ഉത്കണ്ഠ നിറഞ്ഞ ഒരു രാത്രി. യാത്രാക്രമീകരണങ്ങളിലെ ഒരു അബദ്ധം കാരണം ഞാൻ ഒറ്റപ്പെട്ടുപോയി, അസ്വസ്ഥനും ആകുലനുമായി. പുലർച്ചെ 3:30 ആൾത്തിരക്കില്ലാത്തൊരു ടെർമിനലിൽ ഒറ്റയ്ക്കിരുന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, സ്വാമി, അങ്ങ് ഇവിടെയുണ്ടെന്ന് എനിക്ക് കാണിച്ചു തരണമേ. അല്പസമയത്തിനു ശേഷം ഒരു രൂപം എന്റെ അടുത്തേക്ക് നടന്നുവരാൻ തുടങ്ങി. അവനടുത്തെത്തിയപ്പോൾ സ്വാമിയുടെ കോളേജിലെ എന്റെ വിദ്യാർത്ഥികാലത്തെ ഒരു പഴയ സഹപാഠിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. 20 വർഷത്തിലധികമായി ഞങ്ങൾ കണ്ടിട്ട്. അവന്റെ ബോർഡിംഗ് ഗേറ്റ് എതിർദിശയിലായിരുന്നു. എന്നിട്ടും ഞാനിരുന്ന കൃത്യം സ്ഥലത്തേക്ക് നടക്കാൻ അവനടക്കാനാവാത്തൊരു തോന്നലുണ്ടായി. അത്തരമൊരു കൂടിക്കാഴ്ചയുടെ സാധ്യത അതിശയകരമാണെന്ന് തോന്നി. എങ്കിലും അതിന്റെ യഥാർത്ഥ പ്രാധാന്യം മറ്റെവിടെയോ ആയിരുന്നു. ഭഗവാനൊരു പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയിരുന്നത് ഒരു അമാനുഷിക ദർശനത്തിലൂടെയല്ല, മറിച്ച് ഒരു സുഹൃത്തിന്റെ പരിചിതമായ മുഖത്തിലൂടെയായിരുന്നു. ഒരാൾ പലരിലൂടെ പ്രവർത്തിച്ചിരുന്നു. മേഘങ്ങൾക്ക് മുകളിലെ സാന്നിധ്യം. പ്രക്ഷുബ്ധമായ ഒരു വിമാനയാത്രയ്ക്കിടയിലാണ് മറ്റൊരു പാഠം ലഭിച്ചത്. വർഷങ്ങളോളം ഞാൻ വിമാനത്തിലെ കുലുക്കങ്ങളെ ഭയന്ന് ബുദ്ധിമുട്ടി. പ്രത്യേകിച്ചും ഒരു കൊടുങ്കാറ്റ് നിറഞ്ഞ യാത്രയിൽ കറുത്ത കാർമേഘങ്ങൾ വിമാനത്തെ വലയം ചെയ്യുകയും കുലുക്കം രൂക്ഷമാവുകയും ചെയ്തു. ഞാൻ നിശബ്ദമായി പ്രാർത്ഥിച്ചു, സ്വാമി, ഈ യാത്രയിൽ ദയവായി എന്നോടൊപ്പമുണ്ടാകണമേ. തൊട്ടുപിന്നാലെ ഒരു എയർഹോസ്റ്റസ് ഭക്ഷണത്തളിയുമായി സമീപത്തേക്ക് വന്നു. അവൾ മുന്നോട്ടു കുനിഞ്ഞപ്പോൾ എന്റെ കണ്ണുകൾ അവളുടെ നെയിം ബാഡ്ജിൽ പതിഞ്ഞു. ആ ബാഡ്ജിൽ ഒറ്റവാക്കു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്വാമി. ആ നിമിഷത്തിന്റെ ലാളിത്യം അതിനെ അവിസ്മരണീയമാക്കി. പ്രാർത്ഥനയ്ക്കുത്തരമായിരിക്കുന്നു. സൂക്ഷ്മവും എന്നാൽ തെറ്റുപറ്റാനാവാത്തതുമായ അടയാളങ്ങൾ ഭഗവാൻ തന്റെ അത്ഭുതങ്ങളിൽ പലപ്പോഴും അവശേഷിപ്പിക്കാറുണ്ട്. എല്ലാറ്റിലും ദൈവത്തെ കാണാൻ പഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് നായ്ക്കളോട് വലിയൊരു ഭയമുണ്ടായിരുന്നു. വർഷങ്ങൾക്കു മുമ്പ് ഈ ഭയം എങ്ങനെ തരണം ചെയ്യാം എന്ന് എന്റെ മുത്തച്ഛൻ ഭഗവാനോട് ചോദിച്ചിരുന്നു. നിങ്ങൾ ഓഫ് നോക്കൂ, ഓൺ നോക്കൂ എന്ന ലളിതമായ ഒരു വിനോദത്തിലൂടെയാണ് സ്വാമി മറുപടി നൽകിയത്. ഭഗവാൻ രാമൻ, കൃഷ്ണൻ, ശിവൻ അല്ലെങ്കിൽ ഗണപതി എന്നിവരുടെ രൂപത്തിലാണെന്ന് പല ഭക്തരും എളുപ്പത്തിൽ അംഗീകരിക്കുന്നു. എന്നാൽ സർവ്വവ്യാപകത്വം ദിവ്യത്വത്തിന്റെ പരമ്പരാഗത രൂപങ്ങൾക്കും അപ്പുറത്തേക്ക് വ്യാപിക്കുന്നു. എല്ലാ രൂപങ്ങളും ആത്യന്തികമായി അവന്റേതാണ്. ഈ സത്യം വെളിപ്പെടുത്തുന്ന ഒരു അവിസ്മരണീയമായ സംഭവമുണ്ടായിട്ടുണ്ട്. ഒരു കുട്ടിക്കായി വർഷങ്ങളോളം കാത്തിരുന്നതിനുശേഷം കേരളത്തിലെ പരമ്പരാഗതമായ ഒരു സർപ്പക്കാവിൽ ആരാധന നടത്തുന്ന ഒരു കുടുംബവ്രതം അനുഷ്ഠിക്കാൻ എന്റെ സഹോദരനും ഭാര്യയും സമ്മതിച്ചു. എന്റെ സഹോദരനതിൽ താൽപ്പര്യമില്ലായിരുന്നു. സ്വാമി, ഞങ്ങൾക്കീ കുട്ടിയെ തന്നു, മറ്റാരെയാണ് ഞാൻ ആരാധിക്കേണ്ടത് എന്നവൻ വാദിച്ചു. എല്ലാ ദിവ്യരൂപങ്ങളും ഉത്ഭവിക്കുന്നത് ഒരേ സ്രോതസ്സിൽ നിന്നാണെന്ന് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ ഭാര്യയുടെ പേഴ്സിനുള്ളിൽ ഒളിഞ്ഞിരുന്ന ഒരു ഫോട്ടോ അപ്രതീക്ഷിതമായി കണ്ടെത്തുകയുമുണ്ടായി. അതെങ്ങനെ അവിടെ എത്തിയെന്ന് ഞങ്ങൾ ആർക്കും അറിവില്ലായിരുന്നു. കോസ്മിക് സർപ്പമായ ആദിശേഷന്റെ ചുരുളുകളിൽ ഗാംഭീര്യത്തോടെ ഇരിക്കുന്ന ഭഗവാന്റെ ചിത്രമായിരുന്നു അത്. സമയം വളരെ അത്ഭുതകരമായിരുന്നു. ഞങ്ങളുടെ ചർച്ച തുടരുന്നതിനു മുമ്പ് തന്നെ ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതുപോലെയായിരുന്നു ആ ഫോട്ടോ. എല്ലാ ദിവ്യരൂപങ്ങളും ആത്യന്തികമായി അവന്റേതു മാത്രമാണെന്ന് ഭഗവാൻ ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. സംസാരിക്കുന്നത് തുടരുന്ന നാഥൻ. മഹാസമാധിക്ക് ശേഷവും ഭഗവാൻ സംശയങ്ങൾ ദൂരീകരിക്കുന്നത് തുടരുന്നുണ്ടോ എന്ന് പല ഭക്തരും അത്ഭുതപ്പെടാറുണ്ട്. പലപ്പോഴും ആശ്ചര്യകരമായ വ്യക്തിപരമായ വഴികളിലൂടെയാണ് ഇതിനുള്ള ഉത്തരം ലഭിക്കുന്നത്. ഒരു ദിവസം ഈവനിംഗ് പ്രശാന്തി കണക്ട് ആപ്പിലെ ആസ്ക് സൈ ഫീച്ചർ ഉപയോഗിക്കുമ്പോൾ എന്റെ പതിവ് പ്രാർത്ഥനയിലെ ചെറുതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ഒരു ഭാഗം ഞാൻ അബദ്ധത്തിൽ വിട്ടുകളഞ്ഞു. എല്ലാ രാത്രിയിലും ഞാൻ ഇങ്ങനെ പറഞ്ഞാണ് തുടങ്ങാറുണ്ടായിരുന്നത്, സ്വാമി, എന്നോട് സംസാരിക്കൂ.
അന്ന് ഈവനിംഗ് ഞാൻ ആ വാക്കുകൾ ഒഴിവാക്കി. ബട്ടണമർത്തിയ ഉടൻ തന്നെ ഒരു ഉദ്ധരണി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് നീ എന്നോട് സംസാരിച്ചില്ല. കുറേ നിമിഷങ്ങൾ ഞാൻ നിശബ്ദനായിരുന്നു. ആ വീഴ്ച എന്റെ സ്വന്തം മനസ്സിൽ നിശബ്ദമായി സംഭവിച്ചതായിരുന്നു. എങ്കിലും അതിന്റെ പ്രതികരണം നേരിട്ട് അഭിസംബോധന ചെയ്യുന്നതായിരുന്നു. അനുഭവങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും സാങ്കേതികവിദ്യയിലൂടെയും അപ്രതീക്ഷിത സാഹചര്യങ്ങളിലൂടെയും ഭഗവാൻ അസാധാരണമായ കൃത്യതയോടെ സംവദിക്കുന്നത് തുടരുന്നു. ദൈനംദിന നിമിഷങ്ങളിലെ സർവ്വവ്യാപകത്വം. ഏറ്റവും അത്ഭുതകരമായ ഒരു അനുഭവമുണ്ടായത് ഒരു സന്ധ്യാസമയത്തെ നടത്തത്തിനിടയിലാണ്. ഭഗവാന്റെ റെക്കോർഡ് ചെയ്ത പ്രഭാഷണങ്ങളിലൊന്ന് ഞാൻ ഇയർഫോൺ വഴി കേൾക്കുകയായിരുന്നു. പ്രഭാഷണത്തിനിടയിൽ അദ്ദേഹം ജയപാണ്ഡുരംഗ പ്രഭോവിത്തല എന്ന ഭജൻ ആലപിക്കാൻ തുടങ്ങി. ശ്രീരാമനി ഹൃദയാദരംഗ എന്ന വരിയിലെത്തിയപ്പോൾ ഇത് ഭക്തന്റെ ഹൃദയത്തിൽ വവസിക്കുന്ന ശ്രീ പാണ്ഡുരംഗനെയാണ് സൂചിപ്പിക്കുന്നത്. റോഡിനു വശത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് എന്റെ കണ്ണുകൾ യാദൃശ്ചികമായി പാളി വീണു. അതിന്റെ ബോർഡിൽ ശ്രീരംഗ ഹാർട്ട് സെന്റർ എന്നെഴുതിയിരുന്നു. നമ്മുടെ ഹൃദയത്തിൽ വവസിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഭഗവാൻ പാടിയ അതേ നിമിഷത്തിൽ കൃത്യം ആ വാക്കുകൾ അടയാളപ്പെടുത്തിയൊരു കെട്ടിടത്തിനു മുന്നിൽ ഞാൻ നിൽക്കുന്നത് ഞാൻ കണ്ടെത്തി. ആ സമയക്രമം ഗണിതശാസ്ത്രപരമായി അസംഭവ്യമായിരുന്നു. എന്നിരുന്നാലും അത് അഗാധമായ എന്തോ ഒന്ന് വെളിപ്പെടുത്തി. സമയത്തെ അതിജീവിക്കുന്ന ദൈവത്തിന് ദശകങ്ങൾക്കപ്പുറമുള്ള സംഭവങ്ങൾ യാതൊരു ആയാസവുമില്ലാത്ത കൃത്യതയോടെ ക്രമീകരിക്കാൻ കഴിയും. യാദൃശ്ചികമെന്ന് തോന്നുന്നത് വിശ്വാസത്തിന്റെ ലെൻസിലൂടെ വീക്ഷിക്കുമ്പോൾ പലപ്പോഴും ആഴത്തിലുള്ള അർത്ഥം ഉൾക്കൊള്ളുന്നു. പരീക്ഷണങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന അനുഗ്രഹം. ഒരുപക്ഷെ ഏറ്റവും പരിവർത്തനാത്മകമായ പാഠം ലഭിച്ചത് ഒരു സ്വപ്നത്തിലൂടെയാണ്. കേരളത്തിൽ ബാങ്ക് മാനേജരായി ജോലി ചെയ്യുമ്പോൾ തേരി ഹൈ ജർമീൻ തേരാ ആസ്മാൻ എന്ന ഗാനം ആലപിക്കാൻ ഭഗവാൻ എന്നോടാവശ്യപ്പെടുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ എന്നെ സംരക്ഷിച്ചേക്കാം, നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ എന്നെ ശിക്ഷിച്ചേക്കാം എന്ന പ്രത്യേക വരി ഞാൻ അപ്രതീക്ഷിതമായി ഒഴിവാക്കി. ആ വരികൾ പാടുന്നതിൽ ഭഗവാനും എന്നോടൊപ്പം ചേർന്നു. തുടർന്ന് അദ്ദേഹം വിഭൂതി പ്രകടമാക്കി അതെന്റെ വായിൽ വെച്ചുതന്നു. വിഭൂതിക്ക് അസാധാരണമാംവിധം മധുരമുള്ള രുചിയായിരുന്നു. അത്ഭുതകരമെന്നു പറയട്ടെ, ഞാൻ ഉണർന്നിട്ടും കുറച്ചുനേരത്തേക്ക് വിഭൂതിയുടെ രുചി എനിക്ക് അനുഭവപ്പെട്ടു. ആഴ്ചകൾക്ക് ശേഷം ഗുരുതരമായ ഒരു തൊഴിൽപരമായ പ്രതിസന്ധി പൊട്ടിപ്പുറപ്പെട്ടു. വ്യാജ ആരോപണങ്ങൾ എന്റെ പ്രശസ്തിയെയും കരിയറിനെയും ഭീഷണിപ്പെടുത്തി. ഭയത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും നടുവിൽ സ്വപ്നത്തിലെ വാക്കുകൾ ആവർത്തിച്ച് മനസ്സിൽ വന്നു. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഭഗവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ആ സ്വപ്നം ഒരു അനുഗ്രഹം മാത്രമല്ലായിരുന്നു, അതൊരു മാർഗനിർദ്ദേശമായിരുന്നു. ആ പ്രതിസന്ധി ഒടുവിൽ കടന്നുപോയി. എന്നാൽ അത് വിലമതിക്കാനാവാത്ത ഒരു ആത്മീയ ഉൾക്കാഴ്ച അവശേഷിപ്പിച്ചു. ദിവ്യകാരുണ്യം എപ്പോഴും ആശ്വാസത്തിലൂടെ മാത്രം പ്രകടിപ്പിക്കപ്പെടുന്നില്ല. ചിലപ്പോൾ അത് വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്ത ഒരു വെല്ലുവിളിയായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. ദൈവത്തിന്റെ രുചി. ഭഗവാന്റെ പ്രശസ്തമായ പരീക്ഷ എന്റെ രുചിയാണ് എന്ന പ്രസ്താവനയുമായി പല ഭക്തരും മല്ലടിക്കുന്നു. ആദ്യ കാഴ്ചയിൽ ഇത് കഠിനമായി തോന്നാം. എന്നിരുന്നാലും സമയം കടന്നുപോകുമ്പോൾ അതിന്റെ അർത്ഥം കൂടുതൽ വ്യക്തമാകും. നമ്മൾ ദൈവത്തെ ഏറ്റവും ആഴത്തിൽ അനുഭവിക്കുന്നത് പലപ്പോഴും പരീക്ഷകളിലൂടെയാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ വികസിക്കുന്നത് നോക്കി നിൽക്കുന്ന ദൂരെയുള്ള ഒരു നിരീക്ഷകനല്ല ദൈവം. അവയിലൂടെയെല്ലാം നമ്മോടൊപ്പം നടക്കുന്ന കാണാമറയത്തെ കൂട്ടുകാരനാണ് അവൻ. അതിനാൽ ആത്മീയ ജീവിതത്തിന്റെ ലക്ഷ്യം വെല്ലുവിളികളെ ഒഴിവാക്കലല്ല, മറിച്ച് സമചിത്തത വളർത്തിയെടുക്കുക എന്നതാണ്. ജീവിതം സന്തോഷമോ ദുഃഖമോ പ്രശംസയോ വിമർശനമോ വിജയമോ പരാജയമോ ആകട്ടെ, എല്ലാ അനുഭവങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന അതേ ദിവ്യഹസ്തത്തെ തിരിച്ചറിയാൻ നമ്മൾ പഠിക്കുന്നു. സർവ്വവ്യാപിയായ കൂട്ടുകാരൻ. ഈ അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞുനോക്കുമ്പോൾ ഒരു പൊതുവായ നൂൽ ഇഴയുന്നത് കാണാം. ആശുപത്രി മുറികളിലും എയർപോർട്ട് ടെർമിനലുകളിലും ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. അവൻ സ്വപ്നങ്ങളിലും ഡിജിറ്റൽ സന്ദേശങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു. സുഹൃത്തുക്കൾ, അപരിചിതർ, മൃഗങ്ങൾ, അപ്രതീക്ഷിത യാദൃശ്ചികതകൾ എന്നിവയിലൂടെ അവൻ പ്രത്യക്ഷപ്പെടുന്നു. ചിലപ്പോൾ അവൻ സംരക്ഷിക്കുന്നു, ചിലപ്പോൾ അവൻ തിരുത്തുന്നു, ചിലപ്പോൾ അവൻ ആശ്വാസം നൽകുന്നു. ഭാവിയിലെ വെല്ലുവിളികൾക്കായി അവൻ നമ്മെ സജ്ജമാക്കുന്നു. എല്ലാ സാഹചര്യങ്ങളിലും ഒരു സത്യം സ്ഥിരമായി നിലനിൽക്കുന്നു: അവിടുന്ന് സാന്നിധ്യവാനാണ്. ആത്മീയ യാത്രയെന്നത് വിശ്വാസത്തിൽ നിന്ന് അനുഭവത്തിലേക്ക് മാറുന്നതാണ്. മൈന് ദൈവം സർവ്വവ്യാപിയാണെന്ന് ബുദ്ധിപരമായി അംഗീകരിക്കുന്നതിൽ നിന്ന് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അവിടുത്തെ സാന്നിധ്യം കണ്ടെത്തുന്നതിലേക്ക്. കർത്താവ് നമ്മിൽ, നമുക്കു ചുറ്റും, നമുക്കു മുകളിലും താഴെയുമുണ്ട്. അവിടുത്തെ കൈകൾ സർവ്വവ്യാപിയാണ്. അവിടുത്തെ കാലുകൾ സർവ്വവ്യാപിയാണ്. അവിടുത്തെ കണ്ണുകൾ സർവ്വവ്യാപിയാണ്. അവിടുത്തെ കാതുകൾ സർവ്വവ്യാപിയാണ്. ഏറ്റവും പ്രധാനം, അവിടുത്തെ സ്നേഹം സർവ്വവ്യാപിയാണ്. അവിടുന്ന് പ്രസൻസ്, സാന്നിധ്യവാനാണോ എന്നതല്ല വെല്ലുവിളി.
ദൈവത്തെ തിരിച്ചറിയാൻ തക്കവണ്ണം നാം ഉണർന്നിരിക്കുന്നുണ്ടോ എന്നതാണ് വെല്ലുവിളി. ലേഖകൻ ഭഗവാന്റെ മുൻ വിദ്യാർത്ഥിയും തമിഴ്നാട് ശ്രീ സത്യസായി ട്രസ്റ്റിന്റെ ട്രസ്റ്റിയുമാണ്.